ഹലോ ഗായ്സ്, അപ്പോൾ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. മണാലിത്തെ ലാസ്റ്റ് ദിവസത്തെ അല്ലേ, ഇന്ന് ലാസ്റ്റ് ദിവസമാണ്. ഞങ്ങളിന്ന് ഫുഡ് കഴിച്ച് നേരെ ഡ്രൈവറെ വിളിച്ച് നേരെ കുളുക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ എണീറ്റ് ഫ്രഷായി ഈ ചാടി റൂമെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാനെല്ലാം എല്ലാം അറേഞ്ച് ചെയ്തിട്ട് പോകണല്ലേ. 10 മണിക്ക് വെക്കേറ്റ് ചെയ്യണം. പിന്നെ അപ്പം ഞങ്ങൾ ചായ കുടിക്കാൻ പോവാണ്. തണുപ്പ് കുറച്ച് കുറവുണ്ട്. രാവിലെ തണുപ്പില്ല, രാത്രിയൊക്കെ നല്ല തണുപ്പില്ലേ, വെയിലടിക്കുന്നുണ്ട് പുറത്തേക്കൊക്കെ. എന്നിട്ട് ചൂടെടുക്കാം പതിപ്പിന്റെ ഉള്ളിൽ ഷോക്സും ഗ്ലൗസും ഒക്കെ കൂടി വലിച്ചേക്ക്. അപ്പൊ ചടിക്കാൻ പോവാ പോയൊക്കെ എന്താ ട്രൈ ചെയ്യണോ? ലിപ്പാൻ വിട്ടില്ല. നല്ല വെയിലുണ്ട് കേട്ടോ, നല്ല വെയിൽ പുറത്ത് നല്ല ദിക്കുന്നുണ്ട്. ഇതാണ് സൂര്യൻ. നമ്മളിവിടെ വന്നിട്ട് ഇന്നലെ സൂര്യല്ലേ, ഇന്ന് സൂര്യനുണ്ട്. ഗസ് വരുന്നത് ഫുഡ് എന്താന്ന്? എന്താ അല്ല ഞാൻ പറയട്ടെ, പൂരി സബ്ജി ഇല്ല. ഞാൻ നാളെ പറഞ്ഞിട്ടില്ലായിരുന്നു പൂരി സബ്ജി തരാന്ന് ലാസ്റ്റ് ദിവസം. സബ്ജി സൂര്യനും ചൂട് ചായ. എന്താണ് എന്തോ ഇതെന്താ? ഇത് ഇന്നലത്തെ കടി തന്നെ കുറച്ച് വീതി കിട്ടിയേക്കുന്നു. എന്താണ് പൊറാട്ട? അതായത് വെജിറ്റബിൾ കറി, ചായ. എങ്ങനെ ചായ? ഇവിടെ ചായ ജീരകപ്പൊന്നല്ല, പിന്നെ അച്ചാറ്, പിന്നെ ഒരു ഗ്രീൻ പീസ് അവിടെ. അടിപൊളിയാ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് കുളുക്ക് പോണ വഴിയാണ് കേട്ടത്. അപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്ന് വെക്കറ്റ് ചെയ്ത് ഇറങ്ങി ഇപ്പോൾ ഇനി കുളുവിലോട്ട് പോയിക്കൊണ്ടിരിക്കണല്ലേ. വീണ്ടും ഇവിടെ കനത്ത കരടിക്കുന്നുണ്ട്. വീണ്ടും ഇവിടെ എത്തിയിട്ടുണ്ട്. തണുപ്പിലാണ് വിചാരിച്ചിരുന്നത്, നല്ല വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ചൂടായിരിക്കും എന്നൊക്കെ. പക്ഷെ വീണ്ടും ഇവിടെ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. നല്ല രസമുണ്ട് ഇവിടെ. ഇത് കണ്ടങ്ങൾ, ഇത് ഉരുൾപൊട്ടലായതാണ്. ഇത്രയൊന്നും ഇല്ല, കഴിഞ്ഞാൽ ഇപ്പോൾ പൊട്ടിക്കാണ്ടതായി. ഇതുപോലെ എന്താ പറയുക കാട്ടുക, ഈ കല്ലൊക്കെ എടുത്തുകാണ്ട് ഇതേപോലെ മതിലിട്ട കമ്പി വെച്ചുകാണ്ട് നല്ല രസമുണ്ട് കാണാം. ഇപ്പോഴും ശരിയായിട്ടില്ല. 2023 ജൂലൈയിൽ നടന്ന ഉരുൾപൊട്ടലാണത്. ഇപ്പോഴും ശരിയായിട്ടില്ല. കുറേ ആൾക്കാർ മരിച്ചും ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ എന്തായാലും പറഞ്ഞേ, കുറേ വീടുകൾക്ക് നല്ല നഷ്ടം ഉണ്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞു. തിരിച്ച് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ലൊക്കേഷനിൽ എത്തിയിട്ടോ. ഫസ്റ്റിലതാണ് വൈഷ്ണവി ടെമ്പിൾ. ഇത് ടെമ്പിൾ ഉള്ളിലാണ്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് പോയി. ഇതിൻ്റെ ഉള്ളിൽ ചെരുപ്പൊന്നും ഇടാൻ പറ്റില്ല. അപ്പോൾ ചെരുപ്പൊക്കെ നമ്മളൊരു ബോക്സ് ഉണ്ട് അവിടെ, അപ്പോൾ എടുത്ത് കൊടുക്കുക, ഓല അതിൻ്റെ ഉള്ളിൽ വെക്കും, ഒരു ടോക്കണൊക്കെ തരും. അങ്ങനെയാണ്. എന്നിട്ട് പിന്നെ ഞങ്ങൾ മേലക്കൊക്കെ പോയി. ഇതിൻ്റെ ഉള്ളിൽ എന്താ സംഭവം എന്നൊന്നും അറിയില്ല. പുറത്തുനിന്ന് നോക്കുമ്പോൾ അതൊരു ടെമ്പിളാണെന്നൊന്നും നമുക്ക് തോന്നില്ല കേട്ടോ. പിന്നെ മേലക്കൊക്കെ കയറി പോയി നോക്കി. അപ്പോൾ ഉള്ളിലിങ്ങനെ ഓരോ ദൈവങ്ങൾ അതൊക്കെയാണ്. എന്താ നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് അറിയില്ല. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പഴയ ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന ഒരു സ്റ്റോറുണ്ട്. പഴയ മിഠായി, പിന്നെ ഇങ്ങനെ ചട്ടി പാത്രം, അങ്ങനത്തെ ഓരോ നമ്മൾ ഡെക്കറേഷൻ ഐറ്റംസ് അങ്ങനത്തെ ഒക്കെ. ഞങ്ങളൊന്നും വാങ്ങിയില്ല കേട്ടോ. നമ്മൾ മണാലി എത്തിട്ടോ. വേറെ മണാലി വേറെയാണല്ലേ. പിന്നെ ഡ്രിഫ്റ്റിംഗ് ഒക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ആൾക്കാർ പോകണമൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതിൽ കയറാൻ അത്ര വലിയ സുഖമൊന്നുമില്ല. തണുപ്പായത് കൊണ്ട് വെള്ളമൊക്കെ മേത്തുക്കാവുന്നുണ്ട് നല്ലോണം, അതിങ്ങനെ അളകുമ്പോൾ. പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോസ് വീഡിയോസ് അങ്ങനെയൊക്കെ എടുത്ത് ഞങ്ങൾ കുറച്ച് ടൈമേ അവിടെ നിന്നിട്ടുള്ളൂ. കാരണം തണുത്ത കാറ്റ് കൊണ്ട് അധികം ടൈം നിൽക്കാൻ കഴിയണില്ല. പിന്നെ ഇതൊക്കെ കണ്ടോ, ഇത്രയൊന്നും പുഴയല്ല, ആ മറ്റേ പ്രളയത്തിലായതാണ്. വരുന്നേ ഫ്രീക്കനായി. ഇതാണ് കുളു രാവിലെ വരുന്നത്. ഇതിന് നമ്മളെ ചോദിച്ചിട്ടോ കുറേ. ഇതെന്താ പറയുക, ഡ്രൈവർമാർക്ക് കമ്മീഷൻ കിട്ടണേ. നമ്മൾ വിളിച്ചു. പക്ഷെ അത് മേത്തക്കൊക്കെ വെള്ളാവുണ്ട് കണ്ടോ, ആകെ നനഞ്ഞ്. അത്രക്ക് തണുപ്പില്ല വെള്ളാണ്. അതുകൊണ്ട് ഞങ്ങള് കേറിയില്ല. വെറുതെ എന്തിനാ ഡ്രസ്സ് നനക്കുന്നത്? കാണാനൊന്നുമില്ലല്ലോ. കാണാനൊന്നുമില്ല, പക്ഷെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ അടിപൊളി. പിന്നെന്താ നല്ല രസമുണ്ട് അല്ലേ ഞങ്ങളെ ഫോട്ടോതൊക്കെ നല്ല രസമുണ്ടല്ലോ. ഇന്ന ഡ്രസ്സ് എങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ആവും ഇറങ്ങി കഴിച്ച്. ഇതെങ്ങനെയാണോ ഡ്രസ്സ് എങ്ങനെ അറിയാമോ? ഇങ്ങനെ ആരാണ് നോക്കി വെച്ചെടുക്കാം.
മറ്റേ എന്താ ഡ്രിഫ്റ്റിംഗ് പോലെ. ഡ്രിഫ്റ്റിംഗ് അടിപൊളിയാണ്. പക്ഷേ ഫോട്ടോ നല്ല രസമുണ്ട്. ആ ടെമ്പിളിന്റെ ഔട്ട് സൈഡ് വീഡിയോ കാണിച്ചിട്ടെ ഞങ്ങൾക്ക്. പൈസ ഒക്കെ കൊടുക്കണം അല്ലേ? എൻ്റെ ഒരു ചെറിയ വിളിച്ചു വാറും എന്നെന്തിനു വിളിച്ചേ? അവിടെ ചൂലെ കൂതിക്കെട്ടണോ? മൂന്നാമത്തെ ദിവസം നമുക്കൊന്നുമില്ലല്ലേ. ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. മറ്റേ ഇതെന്താ ഡ്രിഫ്റ്റിങ്ങോ? ഡ്രിഫ്റ്റിംഗ് ആണ് പാരാഗ്ലൈഡിങ് രണ്ടും അതൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ അതൊന്നും ചെയ്തിട്ടില്ല. കാരണം എന്താ ചോദിച്ചാ പേടി. അല്ല, ഡ്രിഫ്റ്റിങ് ചെയ്യുമ്പോൾ മേത്തേക്ക് വെള്ളമുണ്ട്, നമ്മൾ ഡ്രസ്സൊക്കെ നനയും. പിന്നെ മാറ്റി വിടുന്നോ അങ്ങനെ ഒന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ നേരെ റൂമൊക്കെ പോകണമെങ്കിൽ ഓക്കെ. പിന്നെ ഇതിന് തണുപ്പാട് വെള്ളം നടക്കുന്ന മക്കളായി. പിന്നെ പാരാഗ്ലൈഡിങ് ചെയ്യണ കാണണങ്ങൾ കാക്കച്ചിന്റെ ചിറക്കുമായി എങ്ങനെ വിട്ടു. എന്തോ അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ 2000-3000 റുപ്യക്കാണെങ്കിൽ അല്ലേ? പിന്നെ നമ്മൾ വിചാരിച്ചു വെറുതെ എന്തിനാണ് അത് എനിക്ക് നാല് ഷവർമ്മത്തൊന്നും അത്ര ചെയ്യില്ല വിചാരിച്ചു. വെയിലടി നല്ല വെയിലുണ്ടല്ലേ, നല്ല ചൂടുണ്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ കുളുന്ന് അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം കേട്ടോ. പോണ വഴിക്ക് ഫുള്ള് പാരാഗ്ലൈഡിങ്ങും അതൊക്കെ ഇങ്ങനെ കാണാൻ നല്ല രസം കേട്ടോ, കയറാൻ പേടിയാണെങ്കിലും. പിന്നെ ഇത് പറയണ ഈ ലൊക്കേഷനിലേക്ക് പോകാം എന്താ പറയുക, ഒരു ഓഫ് റോഡൊക്കെ അടിപൊളിയാണ്. പക്ഷെ കയറി പോണത് ഏറ്റവും കുന്നിൻ്റെ മേലൊക്കെ. നമ്മൾ മണാലി സോനംവാലിയൊക്കെ കയറിയിട്ട് അതിൻ്റെ അപ്പുറം എല്ലാവരും കുന്നാണ് കേട്ടത്. നല്ല പേടിയുണ്ടാവും. മേലെന്ന് താഴത്തേക്കൊക്കെ നോക്കുമ്പോൾ നല്ല ഹൈറ്റിൽ ഇങ്ങനെ ഒരു തട്ട് പോലെയാണ് അവിടെ. ടിക്കറ്റിന് ഒരാൾക്ക് 50 രൂപ, ഇപ്പം രണ്ടാൾക്ക് 100 രൂപ. പേരെന്താണ്? നഗർ കാസ്റ്റൽ, the castle Henry order reception. I don't know, you will see that one. മരം കൊണ്ടും കല്ലുകൊണ്ടും ഉണ്ടാക്കിയേക്കാം. പകുതി മരം പകുതി കല്ല്, പകുതി മരം പകുതി. മീൻസേ അടന്നേ റെസ്റ്റോറൻറ്റിനോടെ ഇതാണ് കേട്ടോ നമ്മൾ രണ്ടാമത്തെ ലൊക്കേഷന്. നല്ല രസമാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കയറി ഒരു പാലസിൻ്റെ ഒക്കെ ഉള്ളിൽ കയറിയ ഫീലാണ് കേട്ടോ. നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ സോനവാലിത്തെ മഞ്ഞൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ പറ്റും. ആ വെയിലത്ത് എല്ലാവരും ചെയറിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനും അതേപോലെ ചെയറിട്ട് കുറച്ച് ടൈമൊക്കെ അവിടെ ഇരുന്നു. കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഞങ്ങൾ അവിടെ നിന്നും എടുത്തു. പിന്നെ അതിൻ്റെ ഉള്ളിൽ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ മേലെ കാണുന്നതൊക്കെ റൂമുകളാണ്. അവിടെ സ്റ്റേ ചെയ്യേണ്ടവർക്ക് സ്റ്റേ ചെയ്യാം, അങ്ങനെയാണ്. ബിൽഡിങ് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. കല്ലുകൊണ്ടും മരം കൊണ്ടും മാത്രം ഉണ്ടാക്കിയൊരു ബിൽഡിങ്ങാണ് കേട്ടോ. അവിടെ റൂംസൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ വല്ല VIP ഒക്കെ താമസിക്കുള്ളൂ കേട്ടോ. അവിടെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരൊക്കെ നമ്മളെ കൊണ്ടൊന്നും താങ്ങില്ല, നല്ല റേറ്റാണ്. പിന്നെ ആ റൂമിൽ നിൽക്കണവർക്കായിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് അങ്ങനെയൊക്കെ അവിടെ അവൈലബിൾ ആണ്. പിന്നെ കുറച്ചിങ്ങനെ ഇതേപോലത്തെ ബുദ്ധന്മാരതൊക്കെ ആണ് തോന്നുന്നത്, എനിക്കറിയില്ല. എല്ലായിടത്തും ഇതേപോലെ ദൈവത്തിൻ്റെ കൊത്തുപണിയൊക്കെ ഉള്ള ഐറ്റംസ് ആട്ടോ. നമുക്കിതിനെക്കുറിച്ചൊന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ വല്ലാതെ നോക്കാൻ പോയില്ല. പിന്നെ അതിൽ നടന്ന് കാണാൻ തന്നെ നല്ല രസമാണ്. പിന്നെ അതിൻ്റെ ഉള്ളിലൊരു മ്യൂസിയം വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. എന്നിട്ട് കാണിച്ചു തരാവേ. മ്യൂസിയമാണ് നമ്മൾ എത്തിക്കുന്ന മ്യൂസിയത്തിൽ പോലെ. നമുക്ക് ഇപ്പൊ ആട്ടി വിടുപെടുന്നു രണ്ടാള്. സെൻട്രൽ സൈഡോ പൊട്ടിയതാണത്. എവിടെ ഉണ്ട് സാധനം ഉണ്ടേ. എനിക്ക് ഈ പണി ഭയങ്കര ഇഷ്ടമായി അല്ലേ. നല്ല രസമുണ്ട്. പിക്കിന് രസമല്ലോ. ഇതാണ് ഇവിടുത്തെ ഗ്രാമങ്ങളില്ലേ. ഇവിടെ ഫുള്ള് റൂമാണ്. അതാണ് ലാസ്റ്റ് ഇതങ്ങനെ നടക്കണ്. തെരാപ്പാര എവിടെ മ്യൂസിയം. ഇപ്പം നമ്മള് ഇല ഇത് മരാണ്. പണ്ടത്തെ വീടിന്റെ ഒക്കെ മേലൊക്കെ ഇങ്ങനെ ഉണ്ടാവൂലേ അല്ലേ? എന്തേലും ഒരു തട്ടുമ്പുറോ. അതെ, ഉള്ളിക്കുള്ളിക്ക് പോലെ മ്യൂസിയം കാണാൻ പോണേ. താങ്ക് യു. ശരിക്കും ഫോട്ടോ എടുക്കണേ. പേടിപ്പിച്ചു ജാസി. ഇപ്പോൾ ഇതാണ് മ്യൂസിയം.
ഇതാണ് രാജാവ് രാജ്ഞി. അതല്ല ഇത് അതിൻ്റെ ഉപ്പ ഉമ്മ കല്ല് പണ്ടത്തെ സാധനങ്ങളാ തോന്നുന്നു. ആ കിളിന്റെ കൂടെ കൊണ്ടു വെച്ചേക്ക പ്രാവിന്റെ പണ്ട് ചരക്ക് ഉണ്ടാക്കണതാണല്ലേ മെഷീനൊക്കെയാണത്. മെഷീനല്ല യന്ത്രമല്ല മർക്കഷനല്ല ഏതേലും നിറപ്പിച്ച് നിങ്ങള് ബുദ്ധന്റെ ഒക്കെ ഇതൊക്കെ ഒക്കെ ബുദ്ധനല്ല പറയാ കൊത്തുപണി ഇതുണ്ടോ. ഞാൻ ഇതാ അറിയണത് ഉണ്ടോ. എന്ത് ഏത് ഏത് ഇത് മൊത്തോ നമ്മള് കല്ല് ഇത് കല്ലാണ്. ഇത് കല്ലില്ലേ ഇത് മരം ഇടക്കുള്ള കല്ല്. ഇങ്ങോട്ട് പിടിക്കാൻ ബാക്കിയത് ഇവിടെ വല്ല ഒന്ന് എക്സ്പ്ലോർ ചെയ്യണില്ല. ജസ്റ്റ് ഒരു ബിൽഡ് ഹെറ്ററി നഗർ പോയിട്ടില്ലേ കാസിൽ എൻട്രി. എന്തൊക്കെ ഹിസ്റ്ററി ഉണ്ട്, ഞങ്ങൾക്കൊന്നും ഹിസ്റ്ററി ഒന്നും അറിയില്ല. ഞങ്ങൾക്ക് ഞാൻ കഴിക്കാൻ പോട്ടെ. ഗൈസ് നമ്മളൊരു ഒരു ചെറിയൊരു എന്താ പറയുക ഹോട്ടല്. എന്താണ് വില ഒരു ഡിഷാണ്. നെയിം സിഡു. ഓക്കെ ഇത് പല ലോക്കൽ ട്രഡീഷണൽ ഫുഡാണല്ലോ സിഡു എന്ന് അതിൻ്റെ പേര്. ഞങ്ങൾ എന്തായാലും ഒന്ന് പറഞ്ഞിരിക്കണേ എങ്ങനെ ഉണ്ട് അറിയില്ല അല്ലേ. ബട്ടറാണത്. ഇതാണ് സാധനം. ഇതിന്മേ ബട്ടർ മെൽറ്റ് ചെയ്ത് വെക്കും. അത് മെൽറ്റ് ആവണക്ക് ആയിക്കോ ഇവിടെ ഉണ്ട്. ആയിക്കോ ഞാനാണ് മെൽറ്റ് ആക്കണ ആളെ. കയ്യുമ്പോയി ടേസ്റ്റ് ചെയ്യണം നമുക്ക്. ഇത് മറ്റേ നമ്മൾ എന്ത് കള്ളപ്പോ വെള്ളപ്പോ അങ്ങനെ എന്തോ അല്ലേ എനിക്കറിയില്ല ആവശ്യമില്ല. കുഴപ്പമില്ല. എനിക്ക് മറ്റേ നമ്മളവിടെ ക്രിസ്ത്യൻസ് ഒക്കെ ഒരു അപ്പം ഉണ്ടാക്കൂലേ അത് അതിൻ്റെ ഉള്ളിലൊരു ഫില്ലിങ്സാണ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ടേസ്റ്റില്ല അതേപോലെ. ഞാൻ പറഞ്ഞു പറയട്ടെ. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അതിൻ്റെ ചുറ്റുഭാഗമുള്ള ഗ്രാമത്തിൽ കൂടെ ഒക്കെ കുറേ നടന്നു കേട്ടോ. നല്ല രസമാണ് അവിടുത്തെ വീടുകളും പരിസരമൊക്കെ കാണാൻ. പിന്നെ അവിടെ അടുത്തൊരു ചെറിയ ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ടു. ഇത് കൂടുതലും ഇങ്ങനെ റൂമുകളാണ് കേട്ടോ, ആൾക്കാർ വന്ന് സ്റ്റേ ചെയ്യണ പോലത്തെ. അപ്പോൾ ഗൈസ് നമ്മളെ ലാസ്റ്റ് സ്ഥലം വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഞങ്ങൾ പോവാണ്. തിരിച്ച് ഞങ്ങൾ ഡൽഹി പോവാണല്ലേ. ഡൽഹി പോവാം. ഇനി ഡൽഹിയിലുണ്ടൊരു സ്ഥലം. ഞങ്ങൾ മണാലിന്റെ 3 ദിവസം കൂടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. പോകുമ്പോ സങ്കടമാണല്ലേ. എൻജോയ് ചെയ്തു. ഇന്നലെ വലിയ സങ്കടമൊന്നും ഇല്ല. ഇനി ഇന്നലത്തെ ആലോചിച്ച് പോകും എങ്ങനെ. വീണ്ടും തണുപ്പ് കൂടിട്ടോ. കാരണം ഇത് നല്ല മേലെയാണ് റോഡ് കിടക്കുന്നുണ്ട്. അവിടെയാണ് താഴെയാണ് റോഡ്. 2 മല മേലെ കയറി. ഞങ്ങൾ തിരിച്ചിന്ന് 5 മണിക്ക് ഞങ്ങൾക്ക് ബസ് ഉണ്ട് വോൾവോ സ്റ്റാൻഡിൽ നിന്നാണ്. പോകണം. ഇവിടുന്ന് എന്തായാലും 1 മണിക്കൂർ മേലുണ്ടല്ലേ. ഇനി റീനൂസിന് ആപ്പിൾ മറക്കണ്. പോണ വഴിക്ക് ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നു. അല്ല എല്ലാരും പറയും ഇവിടുത്തെ ആപ്പിൾ നല്ല ടേസ്റ്റ് ആണ്. നമ്മളെ നാട്ടിൽ എത്തുമ്പോത്തിന് വിഷടിച്ച് സീസൺ കഴിഞ്ഞിട്ടുണ്ട്. സീസൺ നവംബർ സീസൺ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ നേരെ സ്റ്റാൻഡിലോട്ട് പോവാണ്. ഞങ്ങൾ സിന്ധു കഴിച്ചില്ലേ ഫുഡ്. സിന്ധു എന്താ കഴിച്ചിട്ടുണ്ട്. കോമഡിയാണ് അത്. എനിക്ക് ഇഷ്ടായിട്ടോ. അപ്പൊ വണ്ടി തൊട്ടെത്തി. അപ്പൊ ഞങ്ങള് തിരിച്ചു പോവാട്ടോ. ബൈ മണാലി. അങ്ങനെ നമ്മൾ 3 ദിവസം കഴിഞ്ഞിട്ട് മണാലിയത്ത് ലാസ്റ്റ് പോരുമ്പോൾ ഒരു ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ടായിനെ. നമ്മൾ പോയ വഴിക്കല്ല കേട്ടോ തിരിച്ചു പോകുന്നത്. മേലെ പോയ ആ ലൊക്കേഷനിൽ നിന്ന് തിരിച്ചു വന്നത് വേറെ വഴിക്കാണ് കേട്ടോ. അപ്പോൾ 1 വേ എന്ന് തോന്നുന്നു. പിന്നെ അവിടെ നമ്മൾ ആപ്പിൾ ഷോപ്പ്, ഇവിടെ ആപ്പിളിൻ്റെ മാർക്കറ്റ് നിർത്തി കേട്ടോ. എന്തൊരു ആപ്പിളാണ്, എന്തൊരു ആപ്പിള്, കുറേ ആപ്പിള്. ഓറഞ്ചിൻ്റെ കാര്യമുണ്ട് ആണോ. ഇഷ്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കുഴപ്പമില്ല. പക്ഷെ ഇത് ഈ ഗ്രീൻ ആപ്പിൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇത് കിവി 100 250. ഇതൊക്കെ എന്താ
ബദാം വാൾനട്ട് വാൾനട്ട് ये आपका 250, പിക്കിള് ये 350. ഗ്രീൻ ആപ്പിൾ വേണം. ആപ്പിളിൻ്റെ ഒക്കെ പിക്കിളാണ്. ആപ്പിൾ പിക്ക് കുറേ സാധനങ്ങളുണ്ട്. പക്ഷെ നമുക്ക് എത്തില്ല. എല്ലാരും മഞ്ഞുകൊണ്ട് മഞ്ഞുണ്ട്. അപ്പൊ നല്ല തണുപ്പുണ്ട്. അതാ ഞാൻ ഒരു കൂട്ടും കൂടി ഇട്ടില്ല. ബസ് കയറിയിട്ടാണ് ഇത് ഊരിടാൻ. ബസ് സ്റ്റാൻഡ് കേട്ടോ ആകെ പൊട്ടി പൊളിഞ്ഞു. പ്രളയത്തിൽ ഫുള്ള് ബസ് സ്റ്റാൻഡ് ഫുള്ള് ഒലിച്ചേക്കുന്നത് പുതിയ ഉണ്ടായിക്കൊണ്ടിരിക്കണം അവിടെ. പിന്നെ ഞങ്ങള് ബസ് വന്നിട്ട് ബസ്സിൽ ലഗേജ് ഒക്കെ വെച്ചു. ഫുഡ് ഞങ്ങൾ ഉച്ചക്കത്തെ കഴിച്ചിട്ടില്ല. അതിന്റെ പാർസൽ വാങ്ങിയിട്ടുണ്ട്. വാങ്ങിയേക്കാണ്. പിന്നെ നീ ബസ് അപ്പൊ ഇനി ഞങ്ങൾ ഇനി ഡൽഹിയിൽ എത്തിയിട്ട് കാണാം. ഇല്ല രാത്രി ഒക്കെ ഇല്ലേ? ഇനിയില്ല ഇല്ലേ? എന്താ ഡൽഹിക്ക് എത്തിയിട്ട് കാണാം. അങ്ങനെ അറിയല്ലേ? അത് പോകുമ്പോ കാണിച്ചു കൊടുക്കാല്ലോ കുറെ. ഞങ്ങൾ ബസ് കൂടെ എത്തിയിട്ടുണ്ട്. എന്തെങ്കിലും വാങ്ങുള്ളൂ. അപ്പോ ഞങ്ങൾ പോവാട്ടോ. എവിടെ പോകുന്നേ? അപ്പൊ ഞങ്ങൾ മണാലി വിടാണ് അല്ലേ? ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല അങ്ങോട്ടില്ലേ? ഇനി കാശ്മീർക്ക്. കാശ്മീർ വേണ്ട, മണാലി വേണ്ട. ഇനി ഞങ്ങളൊന്ന് ഉറങ്ങാട്ടോ. ബസ് കയറിയാണ്. അപ്പോൾ ഇനി നാളെ കാണാം. ബായ്.